ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷദം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. വൈകിട്ട് ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തതുകൊണ്ട് നേരത്തെ എത്തിയതുകൊണ്ട് പോയ കാര്യം വേഗം സാധിച്ചു. 5:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമ്മുടെ ക്ലാസ് മുടക്കണ്ടെന്ന് വെച്ചു. നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് പരമാവധി എത്തിച്ചിട്ട് പോകാമല്ലോ. നമുക്ക് ബ്രഹ്മമോഹനം കൂടി കാണാൻ പറ്റുമോ നോക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ്. എന്തായാലും ബ്രഹ്മാവിൻ്റെ സ്തുതി അത് ഗംഭീരമാണ്. അത് വന്നിട്ടേ കാണുള്ളൂ നമ്മൾ. ബ്രഹ്മമോഹനവും വലിയ അധ്യായമാണ്. നമുക്കെന്തായാലും ഈ അധ്യായം കാണാം. 12-ാം അധ്യായം, ഭഗവാന്റെ വനഭോജനം, അഘാസുരവധം. ആ 2 കഥകൾ 12-ാം അധ്യായത്തിലാണ്. വനഭോജനം 13-ലേക്ക് കടക്കും. അപ്പോൾ എത്രത്തോളം എത്താൻ പറ്റുമോ അത്രയും എത്തിയിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നിങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കണ്ട് ഓടി എത്തിയല്ലോ. അത്രയും പേരെങ്കിലും എത്തിയല്ലോ. വളരെ സന്തോഷം. ഇനിയും ബാക്കിയുള്ളവരും അറിഞ്ഞു വരട്ടെ. ഇനി അഥവാ അവരറിഞ്ഞില്ലെങ്കിൽ അവർക്ക് പിന്നീട് കാണാം. സന്തോഷം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഇപ്പം നമ്മൾ ഭഗവാന്റെ കൗമാരലീലകൾ കണ്ടു. ഇനി പൗഗണ്ഡ ലീലകളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നുവെച്ചാൽ 6 വയസ്സ് കഴിഞ്ഞാൽ പൗഗണ്ഡം എന്നുള്ള പ്രായമായി. ആ ലീലകളിലേക്ക് കടക്കുകയാണ്. ഇതും ഈ ലീലയും അഘാസുരവധവും ബ്രഹ്മമോഹനവുമൊക്കെ കൗമാരത്തിൽ തന്നെയാണ്. അതിനെക്കുറിച്ച് പൗഗണ്ഡത്തിൽ പരാമർശിക്കുന്നു. അത് നമ്മൾ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 41-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ അധ്യായത്തിലുള്ള ലീലകളും അഥവാ അഘാസുരവധവും എല്ലാം കൗമാരത്തിൽ തന്നെയാണ്. 6 വയസ്സിന് മുമ്പുള്ളതായിട്ടുള്ള ലീലകൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെ മേയ്ക്കാൻ ആരംഭിച്ചതും വത്സാസുരനെ വധിച്ചതും ബകാസുരനെ വധിച്ചതും എല്ലാം കണ്ടു. തുടർന്ന് അഘാസുരവധവും വനഭോജനം, ബ്രഹ്മമോഹനം ഇതൊന്നിച്ച് വരുന്നതായിട്ടുള്ളൊരു കഥയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഇതും കൗമാരലീല തന്നെയാണ്. ഞാൻ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിയതാണ്. ഈ ഒരു വർഷത്തെ ലീല കൂടി ഇപ്പം 5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 6-ാമത്തെ വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
അതെ, 5 കഴിഞ്ഞ് 6-ലേക്കുള്ള 6 തികഞ്ഞിട്ടില്ല ആ പ്രായത്തിൽ നടക്കുന്ന ലീലകളാണ്. വായിക്കാം, എന്നിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 12-ഓധ്യായഃ. ശ്രീശുക ഉവാച. ക്വചിദ്വനാശായ മനോ ദധത്പ്രജാത് പ്രാതഃ സമുത്ഥായ വയസ്യ വത്സപാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണ വിനിർഗതോ വത്സപുരസ്സരോ ഹരി. തേനൈവ സാകം പൃഥുഗാ സഹസ്രശഃ സ്നിഗ്ധാ സുശിഗ്വേത്ര വിഷാണവേണവഃ സ്വാൻ സ്വാൻ സഹസ്രോപരി സംഖ്യയാൻവിതാൻ വത്സാൻ പുരസ്കൃത്യ വിനിർയയുർമുദാ. കൃഷ്ണവത്സൈരസംഖ്യാതൈര്യൂധീകൃത്യ സ്വവത്സകാൻ ചാരയന്തോർബലീലാഭിർവിജഹൃസ്തത്ര തത്ര ഫലപ്രവാളസ്തബകസുമനഃ പിഞ്ചദാതുഭിഃ കാചകുഞ്ചാമണിഃ സ്വർണഭൂഷിതാ അപ്യഭൂഷയൻ മുഷ്ണന്തോന്യോന്യശിക്യാദീൻ ജ്ഞാതാൻ ആരാച്ച ചിക്ഷിബുഃ തത്രത്യാശ്ച പുനർദൂരാദ് ഹസന്തശ്ച പുനർദദുഃ. യദി ദൂരം ഗതഃ കൃഷ്ണോ വനശോപേക്ഷണായ തം അഹം പൂർവം ഇതി സംസ്പൃശ്യ രേമിരേ. കേചിദ് വേണൂൻ വാദയന്തോദ്മാന്തഃ ശൃംഗാണി കേചന കേചിദ് ഭൃംഗൈ പ്രഗായന്തഃ കൂജന്തഃ കോകിലൈ പരേ. വിച്ഛായാഭിഃ പ്രധാവന്തോ ഗച്ഛന്തഃ സാധു ഹംസകൈഃ ഭഗൈരുപവിശന്തശ്ച നൃത്യന്തശ്ച കലാവിഭിഃ. വികർഷന്തഃ കേശബാലാൻ ആരോഹന്തശ്ച തൈർദ്രുമാൻ വികുറുവന്തശ്ച തൈഃ സാകം പ്ലവന്തശ്ച പലാശിഷു. സാകംഭേകൈർവിലംഘന്തഃ സരിത്പ്രസ്രവസംപ്ലുതാഃ വിഹസന്തഃ പ്രതിച്ഛായാഃ ശപന്തശ്ച പ്രതിസ്വനാൻ. ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം വിജഹൃ കൃതപുണ്യപുഞ്ചാഃ. യൽപാദപാം സുർബഹുജന്മകൃച്ഛ്രതോ ധൃതാത്മഭിർയോഗിഭിരപ്യലഭ്യഃ സ്വയേവ യദൃഗ്വിഷയഃ സ്വയം സ്ഥിതഃ കിം വർണ്യത്തെ ദിഷ്ടമതോ വ്രജൗകസാം. അദാഘനാമാഭ്യപതൻ മഹാസുരഃ തേഷാം സുഖക്രീഡന വീക്ഷണോക്ഷമഃ നിത്യം യദന്തർനിജജീവിതേപ്സുഭിഃ പീതാമൃതൈരപ്യമരൈഃ പ്രതീക്ഷ്യത്തെ. ദൃഷ്ട്വാർഭകാൻ കൃഷ്ണമുഖാൻ അഗാസുരഃ കംസാനുശിഷ്ടഃ സ ഭഗീഭഗാനുജഃ. അയം തു മേ സോദരനാശകൃത്തയോഃ ദ്വയോർമമൈനം സബലം ഹനിഷ്യേ. ഏതേ യദാമൽ സുഹൃദോസ്തി ലാഭഃ ഏതേ യദാമൽ സുഹൃദോഃ തിലാഭഃ കൃതാസ്തദാ നഷ്ടസമാവ്രജൗകസഃ. പ്രാണേ ഗതേ ഭസ്മസുകാനുചിന്ത പ്രജാസവഃ പ്രാണഭൃതോ ഹി ഏതേ. ഇതി വ്യവസ്യാജകരം ബൃഹദ്വപു സയോജനായാമം യോജനായാമമഹാദ്രിപീവരം ധൃത്വാത്ഭുതം വ്യാക്തഗുഹാനനം തദാപദിവ്യശേദ ഗ്രസനാശയാ ഖലഃ. ദരാദരോഷ്ടോ ജലദോത്തരോഷ്ടോ ദര്യാനനാന്തോ ഗിരിശൃംഗദംഷ്ട്രഃ ദ്വാന്താന്തരാസ്യോ വിതതാദ്വജിഹ്വഃ പരുഷാനിലശ്വാസദവേക്ഷണോഷ്ണഃ. ദൃഷ്ട്വാ തം താദൃശം സർവേ മത്വാ വൃന്ദാവനശ്രിയം വ്യാത്താ ജഗരതുണ്ടേന ഹ്യുത്പ്രേക്ഷന്തേ സ്മലീലയാ. അഹോ മിത്രാണി ഗതത സത്വകൂടം പുരസ്ഥിതം അസ്മൽ സംഗ്രഹനവ്യാത്തവ്യാളതുണ്ടായ തേ നവാ. സത്യമർക്കകരാരക്തമുത്തരാഹനുവദ്ഗനം
അതരാഹനുവദ്രോധ തൽപ്രതിച്ഛായയാരുണം പ്രതിസ്പർദ്ദേതേ സൃക്കിഭ്യാം സവ്യാസവ്യേന ഗോദരേ തുംഗശൃംഗാലയോപ്യേതാഃ തദ്ദംഷ്ട്രാഭിശ്ച പശ്യതാം ആസ്ത്രിതായാമമാർഗോയം രസനാം പ്രതിഗർജതി യേഷാമന്തർഗതം ദ്വാന്തം ഏതദപ്യന്തരാനനം ദാവോഷ്ണഖരവാദോയം ശ്വാസവദ്ഭാതി പശ്യത തദ്ദഗ്ധസത്വദുർഗന്ധോऽപി അന്തരാമിഷഗന്ധവത് അസ്മാൻ കിമത്ര ഗ്രസിതാനിവിഷ്ടാൻ അയം തദാ ചേത് ഭഗവദ്വിനങ്ക്ഷ്യതി ക്ഷണാദനേനേതി ബകാര്യുഷന്മുഖം വിക്ഷോധസന്ത കരതാടനൈര്യയുഃ ഇത്തം മിതോ തത്യമതജ്ഞഭാഷിതം ശ്രുത്വാ വിചിന്യേതി അമൃഷാമൃഷായത്തെ രക്ഷോ വിദിത്വാഖില ഭൂതഹൃത്സ്ഥിതഃ സ്വാനാം നിരോദ്ധും ഭഗവാൻ മനോദദേ താവൽ പ്രവിഷ്ടാസ്ത്വസുരോദരാന്തരം പരം നഗീർണാ ശിശവസ്സവത്സാഃ പ്രതീക്ഷമാണേന ബകാരിവേശനം ഹതസ്വകാന്തസ്മരണേന രക്ഷസാം താൻ വീക്ഷ്യ കൃഷ്ണഃ സകലാഭയപ്രദോ ഹ്യനന്യനാദാൻ സ്വകരാദവച്യുതാൻ ദീനാംശ്ച മൃത്യോർജലരാഗ്നിഘാസാൻ ഗൃണാർദിതോ ദിഷ്ടകൃതേന വിസ്മിതഃ കൃത്യം കിമത്രാസ്യ ഖലസ്യ ജീവനം നവാ അമീഷാം ച സതാം വിഹിംസനം ദ്വയം കഥം സ്യാദിതി സംവിചിന്യത ജ്ഞാത്വാ വിശത്തുണ്ടം അശേഷദൃഗ്ഹരിഃ തദാ ഘനസദാ ദേവാ ഭയാദ് ഹാഹേതി ചുക്രുഷുഃ ജഹൃഷുർയേ ച കംസാദ്യാഃ കൗണവാസ്ത്വഗബാന്ധവാഃ തച്ഛ്രുത്വാ ഭഗവാൻ കൃഷ്ണഃ തു അവ്യയ സാർഭവത്സകം ചൂർണീചികീർഷോരാത്മാനം തരസാവവൃധേകളേ തതോദിഗായസ്യ നിരുദ്ധമാർഗിണോ യുഗ്ഗീർണദൃഷ്ടേർഭ്രമദസ്ത്വിതഃ പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനിഷ്പാട്യ വിനിർഗതോ ബഹിഃ തേനൈവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാൻ സുഹൃദഃ പരേതാൻ ദൃഷ്ട്യാ സ്വയോത്ഥാപ്യ തദന്വിതഃ പുനർ വക്ത്രാത് മുകുന്ദോ ഭഗവാൻ വിനിര്യയൗ പീനാഹി ഭോഗോത്തിതമത്ഭുതം മഹജ്യോതിസ്വദാംന ജ്വലയദ്ദിശോ ദശ പ്രതീക്ഷഖേവസ്ഥിതമീശ നിർഗമം വിവേശ തസ്മിൻ വിശതാം ദിവൗഗസാം തതോതിഹൃഷ്ടാ സ്വകൃതോ കൃതാർഹണം പുഷ്പൈ സുരാ അപ്സരസശ്ച നർത്തനൈഃ ഗീതൈ സുഗാവാദ്യധരാശ്ച വാദ്യകൈഃ സ്തവൈശ്ച വിപ്രാ ജയനിസ്വനൈർഗണാഃ തദൽബുധസ്തോത്ര സുവാദ്യഗീതികാജയാദിനൈകോത്സവമംഗളസ്വനാൻ ശ്രുത്വാ സ്വദാംനോऽന്ത്യജ ആഗതോ ജിരാത് ദൃഷ്ട്വാ മഹീശസ്യ ജഗാമ വിസ്മയം രാജൻ ആജകരം ചർമ്മ ശുഷ്കം വൃന്ദാവനേൽബുധം വ്രജൗഗസാം ബഹുതിദം ബഭൂവാക്രീഡഗഹ്വരം ഏതത് കൗമാരജം കർമ്മ ഹരേരാത്മാ ഹി മോക്ഷണം മൃത്യോഃ പൗഗണ്ഡകേ ബാലാ ദൃഷ്ടോ ചുർവിസ്മിതാ വ്രജേ നൈതദ്വിചിത്രം മനുജാർഭമായിനഃ പരാവരാണം പരമസ്യ വേദസഃ അഘോപിയൽ സ്പർശനദൗതപാദകഃ പ്രാപാത്മസാമ്യം ത്വസദാം സുദുർലഭം സകൃത്യതംഗപ്രതിമന്ദരാഹിത മനോമയീ ഭാഗവതീം ദദൗ ഗതിം സയേവ നിത്യാത്മസുഖാനുഭൂത്യഭിവ്യുതസ്തമായോന്തർഗതോ ഹി കിം പുനഃ സൂത ഉവാച ഇത്തം ദ്വിജായാദവദേവ ദത്തഃ ശ്രുത്വാ സ്വരാദുശ്ചരിതം വിചിത്രം പപ്രച്ഛ ഭൂയോപി തദേവ പുണ്യം വയ്യാസകിം യന്നിഗൃഹീതചേതാഃ രാജോവാച ബ്രഹ്മൻ കാലാന്തരകൃതം തത്കാലീനം കഥം ഭവേത് യത് കൗമാരേ ഹരികൃതം ജഗുഃ പൗഗണ്ഡകേർഭഗാഃ
തൽബ്രൂഹി മേ മഹായോഗിൻ പരം കൗതൂഹലം ഗുരോ നൂനമേതധരേരേവ മായാ ഭവതി നാന്യത വയം ധന്യതമാലോകേ ഗുരോ ഭിക്ഷത്രബന്ധവഃ യത് പിബാമോ മുഹുസ്ത്വത്തഃ പുണ്യം കൃഷ്ണകഥാമൃതം. സൂത ഉവാച ഇത്തം സ്മ പൃഷ്ടഃ സതു ബാദരായണിഃ തൽ സ്മാരിതാനന്ദഹൃദാഖിലേന്ദ്രിയഃ കൃത്സ്രാത് പുനർലബ്ധ ബഹിർദൃശി ശനൈഃ പ്രത്യാഹതം ഭാഗവതോത്തമോത്തമ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. നമ്മൾ രാവിലെ ഭഗവാന്റെ വൃന്ദാവന ലീലകൾ ആരംഭിച്ചു. വൃന്ദാവനവും ഗോവർദ്ധന പർവ്വതവും യമുനാ നദിയും ഒക്കെ കണ്ട് സന്തോഷത്തോടുകൂടിയ തൃപ്തിയോടുകൂടിയതായിട്ടുള്ള ആ ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി പശുക്കുട്ടികളെ മേയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് അവർ അധിക ദൂരത്തല്ലാതെ ചെറിയ പശുക്കുട്ടികളുമായി അതുപോലെയുള്ള ഗോപബാലന്മാരുമായിട്ട് മേയ്ക്കാൻ പോകുന്നതും അവിടെ വിവിധങ്ങളായ കളികൾ നടത്തുന്നതുമൊക്കെ വിസ്തരിച്ചു. പലതരത്തിലുള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും വേണുഗാനം ചെയ്തും കൊമ്പും കുഴലും ഊതിയും അവരുടെ കയ്യിലുള്ളതായിട്ടുള്ള പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെ അവർ നിർമ്മിച്ച് അതുകൊണ്ടൊക്കെ കളിക്കുന്നവരായിട്ടും, അങ്ങനെ ഒരിക്കൽ യമുനാ നദിയിൽ നിന്ന് എല്ലാവരും കൂടി വെള്ളം കുടിച്ച് കയറുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ഒരു കൈലാസ ശിഖരം വീണ് കിടക്കുന്നത് പോലെ ഒരു വലിയൊരു സാധനത്തിനെ കണ്ടു. എന്താണെന്ന് ആശ്ചര്യത്തോടുകൂടി നോക്കുന്നതിന് മുമ്പേ തന്നെ അത് ഭഗവാനെ കൊത്തിയെടുത്ത് വിഴുങ്ങി. എല്ലാവരും സ്തബ്ധരായി പ്രാണൻ പോയവരെ പോലെ നിശ്ചലരായി നിൽക്കുകയാണ്. ഈ സമയത്ത് ഭഗവാൻ തൻ്റെ ശരീരത്തെ അഗ്നി പോലെയാക്കി. അങ്ങനെ ആ കൊക്കിൻ്റെ രൂപത്തിൽ വന്ന ബകാസുരന് ഭഗവാനെ വിഴുങ്ങാൻ സാധിക്കുന്നില്ല. നിവൃത്തിയില്ലാതെ തുപ്പി പുറത്തേക്ക് ഛർദ്ദിച്ചു. വീണ്ടും ഭഗവാനെ കൊക്കുകൊണ്ട് കീറി പിളർക്കാനായിട്ട് ആക്രമിക്കാനായിട്ട് ചെന്നു. ഭഗവാൻ അവൻ്റെ രണ്ട് ചുണ്ടുകളെയും, മേൽചുണ്ടും കീഴ്ചുണ്ടും രണ്ട് കൈകളെ കൊണ്ട് പിടിച്ച് അതിനെ വലിച്ചു കീറി അവന് മോക്ഷം കൊടുത്തു. ബകാസുരന് ഗതി കൊടുത്തു. നാരായണീയകാരൻ്റെ ഭാഷയിൽ അല്ലേ, ജ്യേഷ്ഠത്തി പോയ വഴിക്ക് അയച്ചു. പൂതനയുടെ അനുജനാണ്. അപ്പോൾ ഏട്ടത്തി പോയി കാത്തിരിപ്പുണ്ട് അനുജനെ വരവേൽക്കാനായിട്ട്. ആ പുറകെ അയച്ചു എന്നർത്ഥം. ഏട്ടത്തിയുടെ പുറകെ അനുജനെ അയച്ചു. ഇനിയൊരു അനുജനെ പുറകെ അയക്കാണ്ട് അയാളെ വരവേൽക്കാനായിട്ട് നീയും പോയി കാവലിരിക്കുക എന്ന മട്ടില് ഇവരുടെ അനുജൻ തന്നെയാണ് ബഗീ ബഗാനുജഹ നമ്മൾ വായിച്ചു. ബഗി എന്നാൽ പൂതനയാണ്, ബഗൻ എന്നാൽ ഈ അസുരനാണ്. രണ്ടുപേരുടെയും അനുജനായിട്ടുള്ള അഗാസുരനെ ഇനി പുറകെ അയക്കാനുണ്ട്. ഒരു പാക്കേജ് ടൂറായിട്ട് എല്ലാവരെയും അയക്കുകയാണ് ഭഗവാൻ. അപ്പോൾ അവിടെ ചെന്ന് കാത്തിരിക്കൂ എന്ന മട്ടിൽ അയച്ചു എന്ന് പറയുന്നുണ്ട്. ഭാഗവതത്തിലില്ല. മേൽപ്പത്തൂരിൻ്റെ ഒരു എന്താ പറയുക സ്വധർമ്മം, അദ്ദേഹത്തിൻ്റെ മനോധർമ്മം.
അപ്പം എന്തായാലും അങ്ങനെ ആ ബകാസുരനെ ഭഗവാൻ വധിച്ചതായിട്ടുള്ള കഥ കുട്ടികളെല്ലാം ഗോകുലത്തിൽ വന്ന് പറഞ്ഞതും ഗോപന്മാരും ഗോപികമാരും വിസ്മയിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതും എല്ലാം നമ്മൾ കണ്ടു. ആരൊക്കെ ഇവനെ ഉപദ്രവിക്കാൻ വരണോ, വിപ്രിയം ചെയ്യുന്നോ, അവരൊക്കെ സ്വയം നശിക്കുന്നു. ഇവനെ കീഴ്പ്പെടുത്താൻ ആർക്കും ആവുന്നില്ല. അഗ്നിയിൽ പതംഗങ്ങൾ വന്ന് പതിക്കും പോലെ ഇവന്റെ മുമ്പിൽ പലരും വന്ന് പതിക്കുന്നു എന്നവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ബ്രഹ്മവിത്തുക്കളായ ഗർഗമഹർഷിയെ പോലെയുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ സത്യമായി തീരുന്നു എന്ന് നന്ദൻ മുതലായവരും ചിന്തിക്കാൻ തുടങ്ങി. നന്ദനും രോഹിണിയും യശോദയും ഗർഗവാക്യങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അപ്പൊ അവർക്ക് മൂന്നാൾക്കും ബോധ്യമായി ഗർഗമഹർഷി പറഞ്ഞത് വെറുതെ അല്ല എന്ന്. ബാക്കിയുള്ളവരെയൊന്നും അവര് അങ്ങനെ അറിയിച്ചിട്ടില്ല ഈ ഗർഗവാക്യം. അങ്ങനെ കുട്ടികളുടെ ഈ ലീലകളിൽ രമിച്ചുകൊണ്ട് അവർ സംസാര ദുഃഖങ്ങളെല്ലാം മറന്നു ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഗോകുലം മുഴുവൻ. ഇങ്ങനെയുള്ള കൗമാര ലീലകളെ കൊണ്ട് ഒളിച്ചുകളി, സേതുബന്ധം, അതുപോലെ കുരങ്ങന്മാരെ പോലെ ചാടിക്കളിക്കുക മുതലായ ലീലകളെ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി ഇതാ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഭഗവാന്റെ വൃന്ദാവന ലീലകൾ തുടരുന്നു. ആ വൃന്ദാവന ലീലയിൽ ഈ അധ്യായത്തിൽ വിശേഷമായി വർണ്ണിക്കുന്നത് അഘാസുരവധം എന്നുള്ള പദമാണ്, കഥയാണ്. വളരെ വിസ്തരിച്ച് തന്നെയാണ് അഘാസുരവധം വർണ്ണിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദശമസ്കന്ധേ 12-ഓധ്യായഃ. ശ്രീശുക ഉവാച. ക്വചിദ്വനാശായ മനോദദ്വ്രജാത് പ്രാതഃ സമുത്ഥായ വയസ്യ വത്സപാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണ വിനിർഗതോ വത്സപുരസരോ ഹരിഃ. ശ്രീശുക ഉവാച. ക്വചിദ്വനാശായ മനോദദ്വ്രജാത് പ്രാതഃ സമുത്ഥായ വയസ്യ വത്സപാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണ വിനിർഗതോ വത്സപുരസരോ ഹരിഃ. അപ്പോ ക്വചിത് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഒരിക്കൽ. അങ്ങനെ കഥ തുടരുകയാണ്. എല്ലാ ദിവസത്തെയും കഥകളൊന്നും പറയാൻ സാധിക്കില്ല. ചില തിരഞ്ഞെടുത്ത കഥകളെ എടുത്തു പറയുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ലീലകളെല്ലാം വർണ്ണിച്ച് തീർക്കണം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഓരോ ദിവസവും ചെയ്തതായിട്ടുള്ള ലീലകളൊന്നും സാധ്യമല്ല. അപ്പൊ ഇടവിട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട് പിക്ക് ചെയ്യണം. അങ്ങനെ ക്വചിത് ഒരിക്കൽ വനാശായ മനഃ ദദത്. വനാശായ, വന അശനായ എന്നർത്ഥം. അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. അപ്പൊ എവിടെ വെച്ച്? വനത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കാനായിക്കൊണ്ട് മനഃ ദദത്, ഭഗവാൻ നിശ്ചയിച്ചു. ഭഗവാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് തന്നെ നടക്കും. അപ്പൊ മുമ്പും സപ്രാതരാശ എന്ന് സൂചിപ്പിച്ചിരുന്നു. ചെറുതായിട്ട് ലഘുഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് കയ്യിൽ എടുത്തുകൊണ്ടാണ് അവർ രാവിലത്തെ യാത്ര പോവുക. ഇന്നിത്തിരി വിസ്തരിച്ച് തന്നെ ഉച്ചഭക്ഷണവും കഴിക്കാനായിക്കൊണ്ട് വനത്തിൽ വെച്ച് കഴിക്കാനായിക്കൊണ്ട് തീരുമാനിച്ചു എന്നാണ്. അപ്പൊ സാധാരണ പ്രാതരാശം മാത്രം എടുത്തുകൊണ്ട് ചെന്ന് വനത്തിൽ വെച്ച് അത് രാവിലെ കഴിച്ച് പിന്നെ കളികളൊക്കെ ചെയ്ത് പിന്നെ കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും വെള്ളവും കുടിച്ച് വൈകുന്നേരം വന്നിട്ടായിരിക്കും പിന്നത്തെ ഭക്ഷണം. ഇത് ഒരു മാറ്റം തീരുമാനിച്ചു ഭഗവാൻ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പോരാ, നല്ലൊരു ഉച്ചഭക്ഷണം, നല്ലൊരു ഫീസ്റ്റ് തന്നെ നമുക്ക് നടത്തണം എന്ന് തീരുമാനിച്ച് അത് കൂട്ടുകാരോട് അവതരിപ്പിച്ചു. നമുക്ക് നാളെ എല്ലാ അമ്മമാരോടും പറഞ്ഞ് വളരെ വിസ്തരിച്ച് വിശേഷപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി, നല്ല സ്വാദിഷ്ടങ്ങളായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് എല്ലാം അവരവരുടെ ഭാണ്ഡങ്ങൾ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഭാണ്ഡീരക വൃക്ഷത്തിന്റെ ചോട്ടിൽ നിന്ന് എല്ലാവർക്കും കൂടി മൃഷ്ടാന്നമായിട്ട് ഭുജിക്കാം, സന്തോഷമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആസ്വദിക്കാം എന്നൊക്കെ ഭഗവാൻ തന്റെ പദ്ധതികൾ കൂട്ടുകാരോട് അവതരിപ്പിച്ചു.
അങ്ങനെ മനഃ ദദത്. അങ്ങനെ ഭഗവാൻ തന്നെ ആദ്യമേ എഴുന്നേറ്റ് റെഡി ആയി കഴിഞ്ഞു. കൂട്ടുകാർക്കും ഉറക്കമൊന്നും ഉണ്ടാവില്ല രാത്രി. പിറ്റേ ദിവസത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പശുക്കളെ മേയ്ക്കുക എന്നുള്ളതൊരു മുഷിപ്പുള്ള ജോലിയേ അല്ല. എന്താ കാരണം? ആ ഭഗവാൻ കൂടെയുണ്ട്. ഉണ്ണിക്കണ്ണനായിട്ട് ഇവരെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം പുതിയ 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 കളികളാണ് പഠിപ്പിക്കുന്നത്, എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് അല്ലേ? ഓരോ ദിവസവും ഭഗവാന്റെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ആണ്. അതാണ് കുട്ടികൾക്ക് ആശ്ചര്യം. ഓരോ ദിവസവും തിരിച്ചു പോകുമ്പോൾ നാളെ എന്തായിരിക്കുമോ കൃഷ്ണന്റെ പരിപാടി, നാളെ പുതിയ കളികൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെക്കുവാവോ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഒരിക്കലും ബോറടിക്കാതെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്യിക്കാതെ ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു കൊതി വളർത്തിക്കൊണ്ട് എങ്ങനെ നാളെ രാവിലെയാകുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഒരു രാത്രി മനസ്സോടെ ഉറങ്ങാൻ കിടക്കുന്നത്. അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഓടുകയാണ് അവർ ഓരോരുത്തരും കൃഷ്ണനെ കാണാൻ, കൃഷ്ണന്റെ ലീലകളിൽ പങ്കുചേരാൻ. അത്ര ആകർഷണമാണ് ഭഗവാൻ അവരിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തെ ഇതുപോലെ ഉത്സാഹമുണ്ടാക്കാൻ എന്താ വഴി? ഭഗവാന്റെ ഈ കഥകളെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാൻ കൂടെയുണ്ടെന്ന് വിചാരിക്കുക അല്ലേ? എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകളെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കും രാവിലെ എഴുന്നേൽക്കാൻ മടിയുണ്ടാവില്ല, ഉത്സാഹം ഉണ്ടാവും. ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ മടി തോന്നില്ല, എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയുണ്ടാവും അല്ലേ? അങ്ങനെ കരോമി നാരായണ പൂജനം സദാ എന്നായിത്തീരും. എപ്പോഴും നാരായണ പൂജയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതായിട്ടുള്ള ആ സ്മരണയോടുകൂടി നമുക്കും ഉത്സാഹത്തോടെ നമ്മുടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടാം, ആനന്ദമായി കഴിച്ചുകൂട്ടാം. അപ്പം അതിനുള്ള വഴിയാണ് ഇവിടെ ഭഗവാൻ കാണിച്ചു തരുന്നത്. ആ ഗോപബാലന്മാർക്ക് ഭഗവാനെ പ്രത്യക്ഷമായി കൂട്ടുകാരനായി കളിക്കാൻ കിട്ടി. നമുക്ക് നമ്മുടെ ഭാവനയിൽ ഭഗവാനെ കൂടെ കളിപ്പിച്ചുകൊണ്ട് ഭഗവാനോടുള്ള പ്രേമം വളർത്തിക്കൊണ്ട് നമ്മുടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാം. ഇതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ മഹാത്മാക്കളും മഹതികളും ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും. എണ്ണം കുറഞ്ഞു വരുന്നുണ്ടാവും. പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു വരുന്നു അല്ലേ? ഇപ്പോഴുള്ള തലമുറകൾക്ക് അതിനൊന്നും സമയമില്ലാതായിക്കൊണ്ടിരിക്കണം. അത് നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഗുജറാത്തില്, മഹാരാഷ്ട്രയില്, അങ്ങനെ വടക്കേന്ത്യയിൽ, UP-യിൽ, മധുരയിൽ ഒക്കെ ഈ കൃഷ്ണഭക്തര് അവര് കൃഷ്ണന്റെ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി അവരുടെ കൂടെ കൊണ്ടു നടക്കും. അവരുടെ കൊച്ചു കുട്ടികളെ കൊണ്ടു നടക്കും പോലെ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിക്കലും വസ്ത്രം ധരിപ്പിക്കലും കണ്ണെഴുതിക്കലും പൊട്ടുതൊടലും ഒക്കെ ചെയ്യലും അലങ്കാരങ്ങളൊക്കെ ചാർത്തലും അടുക്കളയിൽ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കൃഷ്ണ രൂപത്തെ കൊണ്ടുവച്ച് കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ട് നിനക്കിതപ്പോൾ പാല് കാച്ചി തരാട്ടോ, ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരാട്ടോ എന്ന് പറയും പോലെ, കുട്ടികളോട് പറയും പോലെ ഈ കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ട് ഈ കൃഷ്ണനെ ലാളിച്ചുകൊണ്ട് അവരുടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി വൈകുന്നേരമാകുമ്പോൾ കൃഷ്ണനെ താരാട്ടുപാട്ടി തൊട്ടിലിട്ട് ഉറക്കുന്നതായിട്ടുള്ള വലിയൊരു വിഭാഗം വൈഷ്ണവ ജനങ്ങളുണ്ട്. പുഷ്ടിമാർഗികൾ എന്നവരെ വിളിക്കും. പുഷ്ടിമാർഗികൾ. അപ്പം അങ്ങനെയുള്ള വൈഷ്ണവര് അവരുടെ കൂടെ കൊണ്ടു നടക്കുകയാണ്. ഇപ്പൊക്കെ കുറഞ്ഞു വന്നിരിക്കുന്നു. ഇപ്പോഴുള്ള തലമുറകൾക്ക് അത് കാണാൻ പ്രയാസമാണ്. വളരെ ചുരുങ്ങി വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും കുട്ടികളില്ലെങ്കിലും കുട്ടികളുടെ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും.
കുട്ടികളെ കളിപ്പിക്കാൻ എന്തൊക്കെ വേണോ, കുട്ടികൾക്ക് താരാട്ട് പാടാനുള്ള തൊട്ടില്, കുട്ടികളെ കിലുക്കി കളിപ്പിക്കാനുള്ള കിലുക്കകൾ, അതുപോലെയുള്ള സാമഗ്രികളൊക്കെ ഉണ്ടാവും. കുട്ടി ഉടുപ്പുകൾ ഈ ബൊമ്മകളെ ചാർത്തി, അതെ, ഉണ്ണിക്കണ്ണന് കൊതു കടിച്ചാലോ എന്ന് പറഞ്ഞാൽ കൊതുവലയ്ക്കകത്ത് കിടത്തുന്ന പറയണം. അത്ര പോലും സൂക്ഷ്മതയാണ് അവർക്ക്. കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവർ രക്ഷിക്കുമായിരുന്നു. അപ്പം ഈ ബാലലീലകൾ നമ്മൾക്കും അങ്ങനെ ഒരു സ്മരണ എപ്പോഴും നൽകട്ടെ. എന്തായാലും ആ ഗോപബാലന്മാർ ഭാഗ്യവാന്മാർ. അപ്പോൾ എന്ത് ചെയ്തു? പ്രാതഃ സമുത്ഥായ ചാരുണാ ശൃംഗരവേണ വയസ്യ വത്സപാൻ പ്രബോധയന്. ആദ്യം കൃഷ്ണൻ തന്നെ എഴുന്നേറ്റു. അതാണ് പ്രാതഃ സമുത്ഥായ, നേരത്തെ എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മേതാ ഞങ്ങൾ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് വേഗം രാവിലത്തെ സ്നാനാദികളോ വസ്ത്രധാരണമോ ഒക്കെ കഴിഞ്ഞ് തൻ്റെ വേഷങ്ങളൊക്കെ എടുത്ത് കെട്ടി, അല്ലേ, തലയെ കെട്ടി, അതിൻ്റെ ഇടയിൽ പീലിയെല്ലാം തിരുകി, പീതാംബരം, അതിൻ്റെ മുകളിൽ നീലക്കച്ച ഒക്കെ കെട്ടിയിട്ട് അത്യാവശ്യം വേണ്ട ആഭരണങ്ങളൊക്കെ അമ്മ ധരിപ്പിച്ചു കൊടുക്കും. ആ ആഭരണങ്ങളും ഒക്കെ ആയിട്ട് കാലിൽ ചിലമ്പും എല്ലാമായിട്ട് റെഡിയായി കഴിഞ്ഞു. തൻ്റെ കൊമ്പും കുഴലും പശുക്കളെ മേയ്ക്കാനുള്ളതായിട്ടുള്ള വടിയും എല്ലാം എടുത്തുകൊണ്ട്, അതാണ് പ്രാതഃ സമുത്തായ ചാരുണാ ശൃംഗരവേണ, തൻ്റെ ആ കൊമ്പ് ഊതിക്കൊണ്ട്. നമ്മൾ കേരളത്തിൽ ശംഖ് ഊതും രാവിലെ മംഗളധ്വനിയായിട്ട്. ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ ആദ്യത്തെ ശബ്ദമായിട്ട് ശംഖധ്വനി മുഴങ്ങും, ശംഖനാദം. ഇവിടെ ഭഗവാന്റെ ശൃംഗനാദമാണ് മുഴങ്ങുന്നത്. ഭഗവാൻ ആ കൊമ്പ് ഊതും. അങ്ങനെ ഭഗവാൻ മനോഹരമായിട്ട്, ശബ്ദബ്രഹ്മമാണ് ഭഗവാന്റെ, അല്ലെ, മുഖത്തു നിന്ന് വരുന്ന ആ വായു. സാക്ഷാൽ വേദത്തിന്റെ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതായിട്ടുള്ള ശ്വാസവായുവാണ് ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തിന് പ്രണവത്തിന്റെ, ഗായത്രിയുടെ, വേദങ്ങളുടെ, ഉപനിഷത്തുക്കളുടെ ഒക്കെ ആ ഗാംഭീര്യമുണ്ടാവും. അങ്ങനെയുള്ള ശബ്ദം കൊണ്ട് വയസ്യ വത്സപാൻ പ്രബോധയൻ, തൻ്റെ വയസ്യന്മാരെ, തനിക്ക് സമാന വയസ്സോട് കൂടിയതായിട്ടുള്ള വത്സപന്മാരെ, ഗോപന്മാരെ, പശുക്കുട്ടികളെ മേയ്ക്കുന്ന ആ കൂട്ടുകാരെ, ചങ്ങാതിമാരെ എല്ലാം പ്രബോധയൻ, എല്ലാവരെയും ബോധിപ്പിച്ച് ഉണർത്തിക്കൊണ്ട്, മക്കളെ എഴുന്നേറ്റില്ലേ, നിങ്ങൾ കൂട്ടുകാരെ എഴുന്നേൽക്കൂ, വേഗം വരൂ. അപ്പൊ കൂട്ടുകാരെ എപ്പോഴും എണീച്ച് കാത്തിരിക്കുകയാണ് കൃഷ്ണന്റെ വിളി കേൾക്കാനായിക്കൊണ്ട്. നേരം ഇരുട്ടി വെളുക്കുന്നേ ഉണ്ടാവുള്ളൂ. ആ വെളുക്കുന്നതിന് മുമ്പേ തന്നെയാണ് ഇവരൊക്കെ തയ്യാറാവുന്നത്. അപ്പൊ കൃഷ്ണന്റെ ശബ്ദം കേട്ടതോടുകൂടി ഈ കൂട്ടുകാരും ചാടി പുറപ്പെടുകയായി. അങ്ങനെ വത്സപുരസ്സരഃ ഹരിഹി വ്രജാത് വിനിർഗതഃ, വത്സന്മാരെ, പശുക്കുട്ടികളെ പുരസ്സരഃ മുമ്പിൽ നടത്തിക്കൊണ്ട്, ഹരിഹി വ്രജാത് വിനിർഗതഃ, ആ ഹരി ഭഗവാൻ, പ്രജാത് ആ ഗോകുലത്തിൽ നിന്ന് വിനിർഗതഃ വിനിർഗമിച്ചവനായി പുറത്തേക്ക് പുറപ്പെട്ടു എന്നർത്ഥം. അപ്പൊ ഭഗവാൻ ആദ്യം ഇറങ്ങി നായകനായിട്ട്. ഭഗവാന് തന്നെ ആയിരക്കണക്കിന് പശുക്കുട്ടികളുണ്ട്. ആ പശുക്കുട്ടികളെയും ഇടക്കിക്കൊണ്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് ഭഗവാനിതാ കൊമ്പും കുഴലും എല്ലാം പിടിച്ചുകൊണ്ടിതാ പുറകെ നടക്കുന്നു. ഭഗവാന്റെ ശബ്ദം കേട്ടതോടുകൂടി, ഭഗവാന്റെ പശുക്കുട്ടികളൊക്കെ ഇറങ്ങിയതോടുകൂടി മറ്റു കൂട്ടുകാരും അതോടുകൂടി അവരുടെ പശുക്കുട്ടികളുമായിട്ട് ഇറങ്ങുന്നു. തേനൈവ സാകം പൃഥുഘാ സഹസ്രശഃ സ്നിഗ്ധാ സ്വശിഗ്വേത്ര വിഷാണവേണവഃ സ്വാൻ സ്വാൻ സഹസ്രോപരി സംഖ്യയാൻവിതാൻ വത്സാൻ പുരസ്കൃത്യ വിനിർയയുർമുദാ. തേനൈവ സാകം പൃഥുഘാ സഹസ്രശഃ സ്നിഗ്ധാ സുശിഗ്വേത്ര വിഷാണവേണവഃ സ്വാൻ സ്വാൻ സഹസ്രോപരി സംഖ്യയാൻവിതാൻ വത്സാൻ പുരസ്കൃത്യ വിനിർയയുർമുദാ. തേനയേവ സാകം, അവനോടുകൂടെ തന്നെ എന്നർത്ഥം. അപ്പൊ കൃഷ്ണൻ പുറപ്പെട്ടതോടുകൂടെ മറ്റു കൂട്ടുകാരെ സ്നിഗ്ധാഹ, സ്നിഗ്ധാഹ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവർ, സ്നേഹിതന്മാർ എന്നർത്ഥം. ആ സ്നേഹിതന്മാരായ പൃഥുഗാഹ, പൃഥുകന്മാരെന്നിവിടെ ബാലന്മാരെന്നുള്ള അർത്ഥത്തിലാണ്.
നമ്മളെ അവിൽ മണിക്ക് പൃഥുകം എന്ന്, അത് നപുംസകപ്പട പൃഥുക, ബാലന്മാർ എന്ന ബഹുവചനത്തിൽ പൃഥുഗാഹ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൂട്ടുകാരായ ബാലന്മാര് സഹസ്രശഃ, അനേകം പേര്, നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള ആയുധങ്ങളുമായി സജ്ജരായിക്കൊണ്ട്, അതാണ് സുശിഗ്വേത്ര വിഷാണ വേണവഹ. സു എന്നുള്ളത് എല്ലാറ്റിനും വിശേഷണമായിട്ട്, സുശിക്ക്, സുവേത്രം, സുവിഷാണം, സുവേണു, എല്ലാം സു ആണ്. സു എന്ന് വെച്ചാൽ നല്ലത് എന്നർത്ഥം. എന്തൊക്കെയാണ് ഉള്ളത്? ശിക്ക്, ശിക്ക് എന്ന് പറഞ്ഞാല് ഭാണ്ഡം എന്നർത്ഥമാണ്. എന്ത് ഭാണ്ഡം? അവരുടെ ഭക്ഷണപ്പൊതിയും മറ്റും, അതാണ് ശിക്ക്. അപ്പൊ ഭാണ്ഡത്തിലായിട്ട്, തുണി ഭാണ്ഡത്തില് കെട്ടിയിട്ടുണ്ട്. ഉറിന്നും ശിക്കിന് പര്യായ ശബ്ദമുണ്ട്. ഇവിടെ ഉറി എന്ന് പറഞ്ഞാൽ തോളിൽ തൂക്കുന്ന ഉറി, അവരുടെ തോളിൽ തൂക്കുന്ന ഉറി, അട്ടത്ത് തൂക്കുന്ന ഉറിയല്ല. അപ്പൊ അവര് തുണിക്കെട്ടില് ഭാണ്ഡമായിട്ട് എടുത്തിട്ടുണ്ട് ശിക്ക്. അതുപോലെ വേത്രം എന്ന് പറഞ്ഞാൽ പശുക്കളെ വേണ്ടി വന്നാൽ അടിക്കാനായിട്ട് കയ്യിൽ പേരിനൊരു വടി ഉണ്ടാവും പേടിപ്പിക്കാനായിട്ട്, വേത്രം. വിഷാണം, വിഷാണം എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ, കാളകളുടെയൊക്കെ കൊമ്പുകൾ കൊണ്ടാണ് അവരുടെ ഊതാനുള്ള കൊമ്പ് എന്ന് പറയുന്ന വാദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കൊമ്പ് കൊണ്ടുള്ള വാദ്യം വിഷാണം. വേണു, വേണവഹ എന്ന് പറഞ്ഞാൽ വേണുക്കൾ എന്ന് പറഞ്ഞാൽ ഓടക്കുഴലുകളും പുല്ലാങ്കുഴലുകളും. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഈ പറഞ്ഞ സാമഗ്രികളൊക്കെ ഉണ്ട്. അവരവരുടെ ഭക്ഷണ ഭാണ്ഡം, കയ്യിൽ വടി, കൊമ്പ്, കുഴല് എന്നിങ്ങനെയെല്ലാം എടുത്തുകൊണ്ട് സഹസ്രോപരി സംഖ്യയാ അന്വിതാൻ സ്വാൻ സ്വാൻ വത്സാൻ പുരസ്കൃത്യ. സ്വാൻ സ്വാൻ വത്സാൻ, അവരവരുടെ പശുക്കുട്ടികളെ പുരസ്കൃത്യ മുമ്പിൽ നടത്തിക്കൊണ്ടത് എത്രയുണ്ട്? സഹസ്രോപരി സംഖ്യയാ അന്വിതാൻ. എല്ലാവർക്കും 1000 മുകളില് സംഖ്യയോട് കൂടിയതായിട്ടുള്ള ചേർന്നിരിക്കുന്ന പശുക്കുട്ടികളുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആയിരക്കണക്കിനുള്ള പശുക്കുട്ടികളെ മുമ്പിൽ നടത്തിക്കൊണ്ട് മുദാവിനിർയയുഹു, മോദപൂർവം എല്ലാവരും ഉത്സാഹഭരിതരാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് കണ്ണനെ കണി കാണുന്നത് തന്നെ ഏറ്റവും വലിയ ഉത്സാഹം. പിന്നെ കണ്ണന്റെ കൂടെ അന്നത്തെ ദിവസം മുഴുവൻ കളിച്ചുകൊണ്ട് ചെലവഴിക്കുക എന്നുള്ളത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും സന്തോഷപൂർവം വിനിർയയുഹു, വിനിർഗമിച്ചു. കൃഷ്ണവത്സൈരസംഖ്യാതൈഃ യൂഥീകൃത്യ സ്വവത്സകാൻ ചാരയന്തോർബലീലാഭിഃ വിജഹ്രുസ്തത്ര തത്രഃ. കൃഷ്ണവത്സൈരസംഖ്യാതൈഃ യൂഥീകൃത്യ സ്വവത്സകാൻ ചാരയന്തോ അർഭലീലാഭിഃ വിജഹ്രുസ്തത്ര തത്രഃ. അങ്ങനെ കൃഷ്ണവത്സൈഹി അസംഖ്യാതൈഹി, കൃഷ്ണന്റെ വത്സന്മാർ, ഭഗവാന്റെ തന്നെ പശുക്കുട്ടികൾ, നന്ദഗോപന്റെ പശുക്കുട്ടികൾ സംഖ്യയില്ലാത്തോളുണ്ട്. അവയോട് സ്വവത്സകാൻ യൂഥീകൃത്യ, ഓരോ ഗോപന്മാരും അവരവരുടെ പശുക്കുട്ടികളെ യൂഥീകൃത്യ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേർത്തിട്ട്, യൂതമാക്കിയിട്ട്, കൂട്ടമാക്കിയിട്ട്, എല്ലാം കൂടി ഒന്നിച്ചാട്ടാൻ എളുപ്പമാണ്. ഓരോന്നും പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതിനൊക്കെ ആളുകൾ വേറെ വേറെ വേണം. എല്ലാം കൂടി ഒന്നിച്ചാക്കിയാലോ എല്ലാവർക്കും കൂടി സൗകര്യമാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുപഠിക്കണം നമ്മൾ, അല്ലേ? നമ്മൾ ഒരു കുടുംബം വിഭജിച്ച് 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 വേറെ 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 ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ആകെ കൂടി ഒരു കുടുംബത്തിൽ 4 ആളുണ്ടെങ്കിൽ 4 അടുപ്പ്, അല്ലേ? അല്ലെങ്കിൽ 4 ഫ്ലാറ്റ്. ഒന്നിച്ചു കൂടിയാൽ എല്ലാ കാര്യത്തിലും സഹായത്തിന് ആളുകളുണ്ട്, ചെലവ് കുറയും, അധ്വാനം കുറയും. എത്ര സുഖമായിരുന്നു പണ്ടത്തെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ, അല്ലേ? അതൊക്കെ മറന്ന് ഇപ്പോൾ ഓരോരുത്തരും സെൽഫ് സെൻറ്റേർഡായി, സ്വാർത്ഥരായി, മറ്റുള്ളവരുമായിട്ട് ഒന്നും പങ്കുവെക്കാനോ ഒന്നിനും മനസ്സില്ലാത്ത ഒരു തുരുത്തുകളായി മാറി. ഓരോരുത്തരും സ്വയം ഒറ്റപ്പെടുത്തുകയാണ് മറ്റുള്ളവരിൽ നിന്ന്. സ്വാർത്ഥത കൊണ്ട്, സങ്കുചിത ചിന്തകൾ കൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടിയും, അതുപോലും അതിൽ പോലും അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വേറെ, ഭർത്താവ് വേറെ, കുട്ടി വേറെ. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും തനിത്തനിയ റൂം. മറ്റൊരാളുടെ റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കേണ്ടി വരും. മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു സാധനം തൊടണമെങ്കിൽ അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ സമ്മതം വേണം.
ഇത് കണ്ടുപിടിക്കുക. അപ്പം എന്തായാലും സംഖ്യയില്ലാത്ത കൃഷ്ണന്റെ വത്സന്മാരോട് മറ്റു കൂട്ടുകാരുടെ വത്സങ്ങളെ യൂഥീകൃത്യ ഒന്നിച്ചു ചേർത്ത് അവർ എളുപ്പമാക്കി ചെയ്ത് ചാറയന്തോ അർബലീലാഭിഹി, അർബലീലാഭി, അർബലീല എന്ന് പറഞ്ഞാൽ ബാലലീല, അർബകന്മാര് ബാലന്മാര് അവരുടേതായിട്ടുള്ള ആ പോക്കിലെ പല കളികളുണ്ട്. ആ കളികളോട് കൂടിയിട്ട് ചാരയന്ത പശുക്കുട്ടികളെ ചരിപ്പിക്കുന്നവരായി തത്ര തത്രഹ വിജഗൃഹു, അവിടെ വിഹരിച്ചു എന്നർത്ഥം. പോകുന്ന പോക്കിലെ പശുക്കൾ നിന്ന് മേയും. പശുക്കുട്ടികൾ അല്പാൽപ്പം അവിടെയും ഇവിടെയൊക്കെ കടിച്ച് നിന്ന് നിൽക്കും. കൂട്ടത്തില് ആടുകളുണ്ടാവാം, എരുമകളുണ്ടാവാം, എല്ലാ വിഭാഗത്തിൽപ്പെട്ടതും ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ കുട്ടികള് പതുക്കെ അവിടെ ഓരോന്ന് കടിച്ച് ഓരോ ഭാഗത്ത് നോക്കി നിന്ന് വെള്ളം കുടിച്ച് ഇങ്ങനെ പതുക്കെ പോകും. അപ്പൊ അതിനനുസരിച്ച് കൂട്ടുകാരും ഇവരും എല്ലാം കൂടി വിഹരിച്ചുകൊണ്ട് പല കളികളും കളിച്ചുകൊണ്ട് റിലാക്സ്ഡ് ആണ് അവര് എന്ന് പറയുക. അവർക്ക് യാതൊരു തിരക്കുമില്ല. അങ്ങനെ വിഹരിച്ചുകൊണ്ട് അവര് സഞ്ചരിച്ചു. ചാരയന്ത പശുക്കുട്ടികളെ ചരിപ്പിക്കുന്നവരായിരുന്നു. ഫലപ്രവാളസ്തപകസുമനഃ പിഞ്ചധാതുഭിഃ കാചകുഞ്ചാമണി സ്വർണഭൂഷിത അപ്യഭൂഷയൻ. ഫലപ്രവാളസ്തപകസുമനഃ പിഞ്ചധാതുഭിഃ കാചകുഞ്ചാമണി സ്വർണഭൂഷിത അപ്യഭൂഷയൻ. അവര് കാചകുഞ്ചാമണി സ്വർണഭൂഷിതാഹ അപി, വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ നല്ലോണം ഭൂഷണങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത്. കാചം ഗുഞ്ച മണി സ്വർണഭൂഷിതാഹ. അപ്പോ കാചം എന്ന് പറഞ്ഞാല് രത്നം പോലെയുള്ളതായിട്ടുള്ള പല കല്ലുകളും, ഒറിജിനൽ രത്നമായിക്കൊള്ളണമെന്നില്ല, അതുപോലെയുള്ളതായിട്ടുള്ള പവിഴം പോലെയുള്ളതായിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള കല്ലുകൾ, ആ കല്ലുകൾ കൊണ്ട് കാചങ്ങളെ കൊണ്ടും ഗുഞ്ചാമണി, ഗുഞ്ച എന്ന് പറഞ്ഞാൽ മറ്റേ കുന്നിക്കുരു, അപ്പൊ കുന്നിക്കുരുകളെ കൊണ്ടുള്ള മാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണി എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ കൊണ്ടുള്ള മാലകളുണ്ട്. സ്വർണഭൂഷിതാഹ, സ്വർണ മാലകളും പലരും ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ രീതിക്കനുസരിച്ച് പലതരത്തിലുള്ളതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഭൂഷിതാഹ അപി, ഭൂഷണം ചാർത്തിയിട്ടുള്ളവരാണ്. എങ്കിലും അപി അഭൂഷയൻ, എന്തുകൊണ്ട് അഭൂഷയൻ? കാട്ടിൽ കിട്ടിയതായിട്ടുള്ള വസ്തുക്കളെയൊക്കെ കൊണ്ട്. അതാണ് ഫല പ്രവാള സ്തബക സുമന പിഞ്ച ധാതുഭിഹി അഭൂഷയൻ. വഴിയിൽ എന്തൊക്കെ കാണുന്നുവോ അതൊക്കെ എടുത്ത് ശരീരത്തിലെ അലങ്കാരങ്ങളെ പോലെയൊക്കെ തൂക്കും. ഇപ്പൊ ഫലം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പഴങ്ങള്, ചെറിയ എന്താ പറയുക പഴങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കൊലകളായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുന്തിരിക്കൊല പോലെയുള്ള കുലകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാതിലൊക്കെ കെട്ടിത്തൂക്കുണ്ടാവും. ചില പ്രത്യേക പഴങ്ങളെ കൊണ്ട് കഴുത്തിൽ മാലകൾ പോലെ ഇടുണ്ടാവും. ചിലതിനെ കൊണ്ട് തലയിൽ വല്ല അലങ്കാരങ്ങൾ പോലെ ചാർത്താം. ഇങ്ങനെ പഴങ്ങളെ കൊണ്ടാവാം, പ്രവാളങ്ങൾ തളിരുകൾ കൊണ്ട്, ഇലകളുടെ പലതരത്തിലുള്ള തളിരുകളെ കൊണ്ട് പലതരത്തിലുള്ള ആഭരണങ്ങളോ വസ്ത്രങ്ങളോ പടക്കോപ്പുകൾ പോലെയൊക്കെ ഉണ്ടാക്കാം. ഞങ്ങളൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. പ്ലാവിൻ്റെ ഇല കൊണ്ട് ഈർക്കില കൊണ്ട് കോർത്ത് രാജകീയമായ വേഷങ്ങളൊക്കെ ഉണ്ടാക്കും, പടച്ചട്ടകളൊക്കെ ഉണ്ടാക്കും, കിരീടങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ. തെങ്ങിൻ്റെ മടൽ കൊണ്ട് വാള്, ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ വലിയ രാജാക്കന്മാരായിട്ടൊക്കെ നടന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ എന്താ പറയുക, പ്രവാളങ്ങളെ കൊണ്ട് തളിരുകളെ കൊണ്ടും സ്തബകങ്ങൾ എന്ന് പറഞ്ഞാൽ പൂങ്കുലകളെ കൊണ്ട്, പൂങ്കുലകളൊക്കെ കാതിലും തലയിലും ഒക്കെ ചൂടും, കിരീടത്തിലൊക്കെ ചില ഇതുപോലെ ചൂടുക പൂങ്കുലകളെ, മയിൽപീലി ചൂടുന്നത് പോലെ, കാതിൽ കുണ്ടലം പോലെ ഞാത്തി ഇതാക്കുക പൂങ്കുലകള്, അരയിലൊക്കെ വേണമെങ്കിൽ പൂങ്കുലകൾ കൊണ്ടൊരു അരഞ്ഞാണം ഉണ്ടാക്കാം. അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ട് പൂങ്കുലകളെ കൊണ്ടും, അതുപോലെ തന്നെ സുമനഹ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ തന്നെ. അപ്പൊ പുഷ്പങ്ങൾ എടുത്ത് അലങ്കാരങ്ങൾ ചാർത്തും, മാലകൾ ചാർത്തും. പിഞ്ചം എന്ന് പറഞ്ഞാൽ മയിൽപീലി, അപ്പൊ മയിൽപീലികൾ കൊണ്ട്. ധാതുബിഹി, ധാതുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ളതായിട്ടുള്ള ഭൂമിയിലുള്ള കല്ല്, മണ്ണ് മുതലായിട്ടുള്ള വസ്തുക്കൾ.
അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടും മനയോല മുതലായിട്ടുള്ള മറ്റേ ശരീരത്തിൽ ഉരച്ച് തേക്കാവുന്നതായിട്ടുള്ള പലതരം സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് അഭിഭൂഷയന് ഭൂഷണം ചെയ്യിപ്പിച്ച്, ഇപ്പൊ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അമ്മമാരൊക്കെ നല്ലോണം അലങ്കരിച്ച് വിട്ടിട്ടുണ്ടെങ്കിലും ഇവർക്ക് കുറച്ച് വിശേഷ വസ്ത്രങ്ങൾ, വിശേഷ അലങ്കാരങ്ങൾ വേണമെന്ന് തോന്നി ഇതിന്റെ മുകളിൽ ഒന്നുകൂടെ അവർ സ്വയം അലങ്കരിച്ചുകൊണ്ട് നല്ല രാജകീയ വേഷങ്ങളോട് കൂടിയിട്ടൊക്കെ അവർ സന്തോഷിച്ച് നടന്നു എന്നർത്ഥം. ഫലപ്രവാളസ്തപക സുമനഃപിഞ്ചധാതുഭിഃ കാചകുഞ്ചാമണി സ്വർണഭൂഷിത അപ്യഭൂഷയന് മുഷ്ണന്തോന്യോന്യശിക്യാദീൻ ജ്ഞാതാൻ ആരാച്ച ചിക്ഷിഭുഃ തത്രത്യാശ്ച പുനർദൂരാത് ഹസന്തശ്ച പുനർദദുഃ. മുഷ്ണന്തോന്യോന്യശിക്യാദീൻ ജ്ഞാതാൻ ആരാച്ച ചിക്ഷിഭുഃ തത്രത്യാശ്ച പുനർദൂരാത് ഹസന്തശ്ച പുനർദദുഃ. അപ്പൊ അന്യോന്യ ശിക്യാദീൻ മുഷ്ണന്തഃ, അന്യോന്യം പരസ്പരം ശിക്യാദീൻ, ശിക്യം മുതലായവ എന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഭാണ്ഡങ്ങൾ, ഭക്ഷണപ്പൊതികൾ, തുണിയിൽ കെട്ടിയിട്ട് തോളിലൊക്കെ വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ തുണിപ്പൊതികളൊക്കെ കയ്യിലുണ്ടാവും ഓരോരുത്തരുടെ കയ്യിലും. അതിനെ അവരറിയാതെ പിന്നിലൂടെ ചെന്ന് അവർ ശ്രദ്ധിക്കാത്ത സമയത്ത് പിടിച്ചു പറിക്കുക. മുഷ്ണന്തഃ മോഷ്ടിക്കുന്നവരായിട്ട്. അപ്പൊ പരസ്പരം ഭാണ്ഡങ്ങളെ മോഷ്ടിക്കുന്നവരായി. ജ്ഞാതാൻ ആരാണ് മോഷ്ടിച്ചത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരാത് ചിക്ഷിപു, ആരാത് എന്ന് പറഞ്ഞാൽ ദൂരേക്ക്, ചിക്ഷിപു ക്ഷേപിക്കും, മറ്റൊരാളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കും എന്നർത്ഥം. ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് ഇയാളെ പിടിക്കപ്പെടും ആവുമ്പോഴേക്കും മറ്റൊരാളിലേക്ക് എറിഞ്ഞു കൊടുക്കും. ദൂരാത് ചിക്ഷിപുഹു, ആരാത് ചിക്ഷിപുഹു. അപ്പൊ തത്രത്യാഹ അവിടെയുള്ളവർ അത് പിടിക്കും. അവിടേക്ക് ഈ കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലും, എന്റെ ഭാണ്ഡം തരൂ, എന്റെ ഭാണ്ഡം തരൂ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോ പുനഃ ദൂരാത് അവരവിടുന്നും ദൂരേക്ക് ഹസന്തഹ ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് മറ്റൊരാളിലേക്ക് എറിഞ്ഞു കൊടുക്കും. ഇങ്ങനെ റിലേ ചെയ്തുകൊണ്ട് പരസ്പരം എറിഞ്ഞു കളിച്ചുകൊണ്ട് ഈ ഉടമസ്ഥന്മാർക്ക് അത് കൊടുക്കില്ല. കുറെ നേരം അവരിട്ട് കളിപ്പിക്കും, അവർ കരയാൻ തുടങ്ങും. അപ്പോഴോ പുനർദദുഹു, വാസ്തവത്തിൽ അവർക്ക് വേണ്ടിയിട്ട് കക്കുന്നതല്ല, കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താവും, ഒരുപാടാവണു, സീരിയസ് ആവണു, കരയാൻ തുടങ്ങുന്നു കൂട്ടുകാരെന്ന് കാണുമ്പോൾ വേഗം കൊടുക്കും. എന്നാ പിടിച്ചോ കരയണ്ടാട്ടോ, വെറുതെ കളിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയാക്കിയിട്ട് അവർ കൊടുക്കും. ഹസന്തഹ പുനർദദുഹു, ചിരിപ്പിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചേൽപ്പിക്കും. പിടിച്ചോ നിന്റെ ഭാണ്ഡം, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ള കളികളൊക്കെ കളിച്ചുകൊണ്ടാണ് ഇവരുടെ യാത്ര. മുഷ്ണന്തോന്യോന്യശിക്യാദീൻ ജ്ഞാതാൻ ആരാച്ച ചിക്ഷിഭുഃ തത്രത്യാശ്ച പുനർദൂരാത് ഹസന്തശ്ച പുനർദദുഃ. യദി ദൂരം ഗത കൃഷ്ണോ വനശോപേക്ഷണായ തം അഹം പൂർവം ഇതി സംസ്പൃശ്യരേമിരേ. യദി ദൂരം ഗത കൃഷ്ണോ വനശോപേക്ഷണായ തം അഹം പൂർവം ഇതി സംസ്പൃശ്യരേമിരേ. കൃഷ്ണഃ വനശോപേക്ഷണായ ദൂരംഗതഃ യതി. ചിലപ്പോ കൃഷ്ണൻ വനത്തിലുള്ള ശോഭകളൊക്കെ കണ്ട് അതിങ്ങനെ ആസ്വദിച്ച് ഈക്ഷണം ചെയ്തുകൊണ്ട് ദൂരത്തേക്കൊക്കെ ഇങ്ങനെ പോകും. ഭഗവാൻ ഇങ്ങനെ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നടക്കും. പ്രകൃതിയിലുള്ള ആ പൂക്കളും വനത്തിലുള്ളതായിട്ടുള്ള ശോഭയും വൃക്ഷങ്ങളെയും പക്ഷികളെയും ഒഴുകുന്ന ജലത്തെയും എല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോഴാണ് ദൂരേക്ക് പോയി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ദൂരംഗത. അപ്പൊ കൃഷ്ണൻ ദൂരംഗതരാകുമ്പോഴേക്കും ഇവരോരോരുത്തരും അഹം പൂർവം ഇതി തം സംസ്പൃശ്യ. കൃഷ്ണൻ ദൂരേക്ക് പോകുമ്പോ കുട്ടികൾ തമ്മിൽ പറയും, ആരാ കൃഷ്ണനെ ആദ്യം തൊടാ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സരമായിട്ട് ഞാനാ ജയിച്ചേ ഞാനാണ് ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടിച്ചെന്ന് കൃഷ്ണനെ തൊടും. ഇതി സംസ്പൃശ്യ, ഞാനാണ് ആദ്യം, ഞാനാണ് തൊട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ തൊട്ട് രമിരേ, അതിൽ രമിക്കും അവര്. കൃഷ്ണനെ തൊടുന്നത് തന്നെ അവർക്കൊരു എന്താ പറയുക, രമണമാണ്, ഒരു രതിയാണ്, എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും കൃഷ്ണനാണ് അവരുടെ എല്ലാറ്റിൻ്റെയും ലക്ഷ്യം. എപ്പോഴും കൃഷ്ണനിലാണ് അവരുടെ ശ്രദ്ധ.
കൃഷ്ണൻ ദൂരേക്ക് പോയാൽ അവർക്ക് സഹിക്കില്ല, അവർ പാഞ്ഞു വരും, അതിനെ ഒരു കളിയാക്കി മാറ്റും. എന്നിട്ട് ആദ്യം ഞാനാണേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കൃഷ്ണനെ തൊട്ട് കളിക്കും. യതി ദൂരം ഗത കൃഷ്ണോ വനശോഭേക്ഷണായതം അഹം പൂർവം ഇതി സംസ്പൃശ്യരേമിരേ കേചിത് വേണൂൻ വാദയന്തോ ധ്മാന്തഃ ശൃംഗാണി കേചന കേചിത് ഭൃംഗൈ പ്രഗായന്തഃ കൂജന്തഃ കോകിലൈ പരേ കേചിത് വേണൂൻ വാദയന്തഃ ധ്മാന്തഃ ശൃംഗാണി കേചന കേചിത് ഭൃംഗൈ പ്രഗായന്തഃ കൂജന്തഃ കോകിലൈ പരേ. ഇവർ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണു, ഓരോരുത്തരും മാറി മാറി പലതും ചെയ്യുന്നു. കേജിത് വേണൂൻവാദയന്തഃ, കേജിത് ഒരു ചിലര്, കൂട്ടത്തിൽ ചിലര് വേണൂൻവാദയന്തഃ, വേണുവിനെ വാദ്യം ചെയ്യുന്നവരായി ഘോഷിക്കുന്നവരായി ഒരു ഭാഗത്ത്, ഓടക്കുഴൽ ഊതുന്നവരായിട്ട് മത്സരിക്കുന്നു കുറച്ച് ഭാഗത്ത്. വാദയന്തഃ വാദയൻ എന്നുള്ള പുല്ലിംഗ ഏകവചനത്തിന്റെ ബഹുവചനങ്ങളാണ്, അല്ലാതെ ക്രിയാരൂപമല്ല ഇവിടെ. വാദനം ചെയ്യുന്നവൻ വാദയൻ, വാദയന്തഃ വാദനം ചെയ്യുന്നവർ. അപ്പൊ ചിലർ വേണുവാദനം ചെയ്യുന്നവർ, ചിലര് കേതന ശൃംഗാണി ദ്മാന്തഃ, ശൃംഗങ്ങൾ കൊമ്പുകളെ ദ്മാന്തഃ, ദ്മാന്തഃ എന്ന് പറഞ്ഞാല് ദദ്മു, ദദ്മൗ, ദദ്മുഹു എന്നൊക്കെ ഭഗവത്ഗീതയിലുണ്ട്. ശംഖം ദദ്മൗ അല്ലേ, ആ ക്രിയാരൂപത്തിന്റെ നാമരൂപമാണിത്. മാന്തഃ മുഴക്കുന്നവർ, ശംഖനാദം മുഴക്കുന്നവർ, ഇവിടെ കൊമ്പ് മുഴക്കുന്നവർ, ദ്മാന്തഃ. അപ്പൊ കേജന ശൃംഗാണി ദ്മാന്തഃ, ചിലർ കൊമ്പ് മുഴക്കുന്നവരായിക്കൊണ്ടും, കേജിത് ഭൃംഗൈഹി പ്രഗായന്തഃ, വേറെ ചിലര് ഭൃംഗങ്ങളോടുകൂടെ, ഭൃംഗങ്ങൾ എന്നാൽ വണ്ടുകൾ, കാട്ടിൽ ധാരാളം പൂക്കളുണ്ട്, ആ പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചുകൊണ്ട് വണ്ടുകൾ ഇങ്ങനെ മത്സരിച്ച് മൂളിക്കൊണ്ട് പറക്കുന്നുണ്ട്. ആ വണ്ടുകളുടെ പുറകെ ചിലര് പ്രഗായന്തഃ, അതുപോലെ മൂളിക്കൊണ്ട് ഗാനം ചെയ്തുകൊണ്ട്, അല്ലെ, വണ്ടിന്റെ ശ്രുതിക്കനുസരിച്ച് ഇവരും പാട്ടുപാടിക്കൊണ്ടൊക്കെ പുറകെ പോകുന്നു. അങ്ങനെ പാട്ടുപാടുന്നവർ കുറച്ചു പേര്. ചിലര് പരേ കോകിലൈഹി കൂജന്തഃ, കാട്ടിൽ മയിലുകൾ കൂവുന്നതായിട്ടുള്ള സമയത്ത്, കുയിലുകൾ കൂവുന്നതായിട്ടുള്ള സമയത്ത് ആ കുയിലുകളുടെ ശബ്ദത്തെ അനുകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ കൂവുന്നവർ, കൂചന്തഃ, കൂവുന്നവരായിട്ട് പരേ വേറെ ചിലര്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ബിസിയാണ് ഓരോ തൊഴിലില്. എന്താ തൊഴില്? വേണുവാദനം ചിലരുടെ തൊഴില്, ചിലർക്ക് കൊമ്പ് മുഴക്കലാണ്, ചിലർക്ക് വണ്ടുകളുടെ ശ്രുതിക്കനുസരിച്ച് പാടുകയാണ്, ചിലര് കുയിലുകളെ അനുകരിച്ചുകൊണ്ട് കൂജനം ചെയ്യുകയാണ്. വിച്ഛായാഭിഃ പ്രധാവന്തോ ഗച്ഛന്തഃ സാധു ഹംസകൈഃ ബകൈർ ഉപവിശന്തശ്ച നൃത്യന്തശ്ച കലാഭിഭിഃ. വിച്ഛായാഭിഃ പ്രധാവന്തഃ ഗച്ഛന്തഃ സാധു ഹംസകൈഃ ബകൈർ ഉപവിശന്തശ്ച നൃത്യന്തശ്ച കലാഭിഭിഃ. ഇതെല്ലാം നാമരൂപങ്ങളായിട്ടാണ് പ്രയോഗിച്ചിരുന്നത്. ക്രിയകളാണ് അവർ ചെയ്യുന്നത്. ഇന്ന ക്രിയകൾ ചെയ്യുന്നവർ എന്നാണ് പറയുന്നത്. അപ്പോ വിച്ഛായാഭിഹി പ്രധാവന്തഃ, വിച്ഛായ എന്ന് പറഞ്ഞാൽ വിഹി എന്ന് പറഞ്ഞാൽ പക്ഷി, പക്ഷികളുടെ ഛായ വിച്ഛായ. അപ്പൊ ആകാശത്തുകൂടെ പറക്കുന്ന പക്ഷികള് മുകളിലൂടെ പറക്കുമ്പോൾ അവയുടെ നിഴല് താഴെ കാണും. ആ നിഴലിന്റെ പുറകെ നിഴലിനെ പിടിക്കാൻ മത്സരിക്കാൻ ഓടുകയാണ്. അതാണ് വിച്ഛായാഭിഹി പ്രധാവന്തഃ, പക്ഷികളുടെ നിഴലുകൾക്കനുസരിച്ച് പുറകെ ഓടുന്നവരായിട്ട്, നിഴലിനെ പിടിക്കാൻ പോകുന്നവരായിട്ട്. ഞാൻ ഇപ്പോതാ ഈ പക്ഷിയെ പിടിക്കും, ഇപ്പൊ ഇതിനെ പിടിക്കും, ഈ പരുന്തിനെ ഞാൻ പിടിക്കും, ഈ കാക്കയെ ഞാൻ പിടിക്കും, ഈ കുയിലിനെ ഞാൻ പിടിക്കും, ഈ തത്തയെ ഞാൻ പിടിക്കും എന്ന് പറഞ്ഞ് കുട്ടികൾ തമ്മിൽ മത്സരിച്ചുകൊണ്ട്, കൊച്ചുകുട്ടികളല്ലേ, അപ്പൊ ആ പക്ഷികളുടെ നിഴലിന്റെ പുറകെ ഓടുന്നു. വിച്ഛായാഭിഃ പ്രധാവന്തഃ ഗച്ഛന്തഃ സാധു ഹംസകൈഃ. അപ്പോഴേക്കും അവിടെ ചെറിയ ജലാശയങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ അരയന്നങ്ങളൊക്കെ ഉണ്ടാവും. ആ അരയന്നങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഒരു നട കാണുമ്പോൾ ഇവർക്കും അത് അനുകരിക്കാനുള്ളതായിട്ടുള്ളൊരു ഇത് അന്നനട പഠിക്കുക, അല്ലേ? അതാണ് ഹംസകൈഃ സാധു ഗച്ഛന്തഃ. അരയന്നങ്ങളെ പോലെ തന്നെ അനുകരിച്ചുകൊണ്ട് അരയന്നങ്ങളുടെ ആ നട കുലുക്കി 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 കൊണ്ടുള്ളതായിട്ടുള്ളൊരു നടയുണ്ട്. അപ്പൊ ആ നടയും നടക്കുന്നു, അവര് ആ നട പഠിക്കുന്നു എന്നർത്ഥം, അല്ലേ?
നമ്മുടെ കാറ്റ് വാക്ക് പഠിക്കുന്ന മറ്റേ ഫാഷൻ പരേഡ് നടത്തുന്നവരെ പോലെ ഇവിടെ അന്നനടയാണ് അവർ പഠിക്കുന്നത്. ഹംസകൈഹി സാധു ഗച്ഛന്ത, അരയന്നങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ അനുകരിച്ച് നടക്കുക. ബകൈരുപവിശന്തശ്ച, വേറെ ചിലര് അവിടെ യമുനാ തീരത്ത് മത്സ്യങ്ങളെ പിടിക്കാനായിട്ട് കൊക്കുകൾ ഇങ്ങനെ ധ്യാനനിരതരെ പോലെ ഇരിക്കും. ഭഗധ്യാനം എന്നാ പറയുക അല്ലേ. എന്താണ്, അവസരം പാർത്തിരിക്കുകയാണ്. ഒറ്റ കണ്ണെ അടച്ചിട്ടുണ്ടാവുള്ളൂ, ഒരു കണ്ണ് പാതി തുറന്നിട്ടുണ്ടാവും. മത്സ്യങ്ങൾ അടുത്തേക്ക് വരുന്നത് നോക്കിയിരിക്കുകയാണ് കൊക്കുകൾ. അപ്പൊ അങ്ങനെയുള്ള ഭഗത്തിന്റെ ധ്യാനത്തെ, അവരുടെ ഇരിപ്പിനെ അനുകരിച്ചുകൊണ്ട് അടുത്തു പോയിട്ട് ഇവരും ഓരോരുത്തരും പോയിട്ട് ശിലകൾ ഇരിക്കുന്നത് പോലെ അനങ്ങാതെ ആ ധ്യാനം അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ആ കൊക്കുകളെ പോലെ വരിവരിയായിട്ട് പരന്നിരിക്കും. അതാണ് ബകൈരുപവിശന്തശ്ച, ഭഗങ്ങളെ പോലെ അവരുടെ കൂട്ടത്തിൽ ഉപവിശന്തി അടുത്ത് ചെന്നിരിക്കുന്നവരായിട്ടും. നൃത്യന്തശ്ച കലാപിഭിഹി, കലാപി എന്നത് മയിലിന്റെ പര്യായമാണ്. കലാപം എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണ്. മയിൽ പീലിയാകുന്ന അലങ്കാരം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള മയിലുകളാണ് കലാപികൾ. അപ്പോ ശിവാനന്ദ ലഹരിയൊക്കെ കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഭഗവാനെ നീലകണ്ഠനെ കലാപിയോട് ഉപമിക്കുന്നുണ്ട്. അപ്പോ കലാപിഭിഹി നൃത്യന്ത, മയിലുകളോടൊപ്പം അനുകരിച്ചുകൊണ്ട് നൃത്തം വയ്ക്കുന്നവരായിട്ട്. മയിലുകൾ നൃത്തം വയ്ക്കുകയാണ് ചെയ്യുക. ഓരോരുത്തരും എന്തെന്ത് ചെയ്യുന്നുവോ അതിനെ ഇവർ അനുകരിക്കുന്നു എന്നർത്ഥം. ഹംസങ്ങൾ നടക്കുന്നത് പഠിക്കുക, ഭഗങ്ങൾ ഇരിക്കുന്നത് പഠിക്കുക, മയിലുകളുടെ നൃത്തം പഠിക്കുക. അങ്ങനെ നൃത്യം ദശ കലാഭിഭിഹി, അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്തുകൊണ്ട് പരസ്പരം സന്തോഷിപ്പിക്കുകയാണ്, രസിക്കുകയാണ് എന്നർത്ഥം. വികർഷന്ത കീശവാലാൻ ആരോഹന്തശ്ച തൈർദ്രുമാൻ വികുർവന്തശ്ച തൈസാകം പ്ലവന്തശ്ച പലാശിഷു. വികർഷന്ത കീശവാലാൻ ആരോഹന്തശ്ച തൈർദ്രുമാൻ വികുർവന്തശ്ച തൈസാകം പ്ലവന്തശ്ച പലാശിഷു. ഈ വൃന്ദാവനത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കാണാം എണ്ണിയാൽ ഒടുങ്ങാത്ത കുരങ്ങന്മാര്. എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ്. എല്ലാ കെട്ടിടങ്ങളുടെയും മുകളില്, മരങ്ങളുടെ മുകളില്, മതിലുകളുടെ മുകളില്, താഴത്ത് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും നമ്മുടെ പുറകില് തലയിലൊക്കെ ഒന്ന് ചാടി വീഴും. നമ്മുടെ കയ്യിൽ ലൂസായിട്ട് എന്ത് സാധനം ഉണ്ടോ തട്ടിക്കൊണ്ടു പോകും. പ്രത്യേകിച്ച് പഴങ്ങളോ മറ്റു തിന്നാനുള്ള എന്തെങ്കിലും വസ്തുക്കൾ, ബിസ്ക്കറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതികളാവട്ടെ ഉണ്ടെങ്കിൽ വന്ന് തട്ടിക്കൊണ്ടുപോകും. അത്രയും കുരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് വൃന്ദാവനം ഇപ്പോഴും. അപ്പൊ പിന്നെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ധാരാളം കീശന്മാരെന്നാൽ കവികളാണ്, കുരങ്ങന്മാര്. അപ്പൊ അവരിങ്ങനെ ഓരോ ഭാഗത്തിങ്ങനെ വാലും തൂക്കിയിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്താ പറയുക, വല്ല മരങ്ങളുടെ കൊമ്പിലായിരിക്കാം, ഏതെങ്കിലും ഉയർന്ന സ്ഥലങ്ങളിലായിരിക്കാം, വാലും നീട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ പിന്നാലെ കൂടെ ചെന്ന് അതിന്റെ വാലിൽ പിടിച്ചു വലിക്കുക. അതാണ് കീശവാലാൻ വികർഷന്ത, ആ കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിക്കുക. അവർ അങ്ങട് പിടിച്ചു വലിക്കും, ഇവർ ഇങ്ങട് പിടിച്ചു വലിക്കും. ചിലപ്പോൾ മരത്തിലായിരിക്കണമെങ്കിൽ കുരങ്ങന്മാര് മരത്തിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വാലിൽ തൂങ്ങിക്കൊണ്ട് ഈ കുട്ടികളും മരത്തിൽ കയറാൻ ശ്രമിക്കുക. അതാണ് ആരോഹന്തശ്ച തൈർദ്രുമാൻ തൈഹി സഹ, ആ കുരങ്ങന്മാരോടുകൂടെ ദ്രുമാൻ ആരോഹന്ത, മരത്തിലേക്ക് കയറുന്നവരായിക്കൊണ്ട്. ചിലപ്പോൾ അവരെ അനുകരിച്ചുകൊണ്ട് മരത്തിലേക്ക് കയറും, അല്ലെങ്കിൽ അവരുടെ വാലിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് മരത്തിലേക്ക് കയറും. അങ്ങനെ എങ്ങനെയായാലും കുരങ്ങന്മാരുടെ കൂടെ കളിക്കാൻ അവർക്ക് നല്ല കൗശലമാണ്, പേടിയൊന്നുമില്ല. അങ്ങനെ ആരോഹന്തശ്ച തൈർ ദ്രുമാൻ, ദ്രുമങ്ങളെ ആരോഹണം ചെയ്യുന്നു. വികുർവന്തശ്ച തൈസാകം, തൈഹി സാകം, അവരുടെ കൂടെ വികുർവന്ത, അവര് പല വികാരങ്ങളും പ്രകടിപ്പിക്കും, അവരുടെ ഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കും. കൊഞ്ഞനം കാണിക്കുന്ന മാതിരിയും പലതരത്തിലുള്ള ആക്ഷനൊക്കെ കാണിച്ച് ചീറ്റിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് വരുന്നത് പോലെയൊക്കെ കാണിക്കും. അപ്പൊ അതൊക്കെ അങ്ങടും അതേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അതേ ഭാവങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അവരോട് മത്സരിക്കും, അവരെ അങ്ങോട്ട് പേടിപ്പിച്ചയക്കും. അപ്പൊ അങ്ങനെ കുരങ്ങന്മാരുടെ വികാരങ്ങളെയൊക്കെ അതുപോലെ പ്രകടിപ്പിക്കുന്നവരായിട്ട് അർത്ഥം. വികുറുവന്തശ്ച തൈസാകം പ്ലവന്തശ്ച പലാശിഷു. പലാശം എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള വൃക്ഷങ്ങൾ. അപ്പൊ വൃക്ഷങ്ങളിലൊക്കെ പ്ലവന്ത
ചാടുന്നവരായിട്ട്. കുരങ്ങന്മാർ ഒരു കൊമ്പിൽ നിന്ന് ഒരു കൊമ്പിലേക്ക് ചാടും. അപ്പൊ അതുപോലെ ഇവരും അനുകരിച്ചുകൊണ്ട് മരത്തിൽ കയറി ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടിപ്പിടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ രമിരേ നന്നായി രമിച്ചു. വികർഷന്തശ്ച കേശവാലാൻ ആരോഹന്തശ്ച തൈർദ്രുമാൻ വികുർവന്തശ്ച തൈ സാകം പ്ലവന്തശ്ച പലാശിഷു സാകം ഭേകൈർവിലംഗന്തഃ സരിൽ പ്രസവ സംപ്ലുതാഃ വിഹസന്തഃ പ്രതിച്ഛായാഃ ശപന്തശ്ച പ്രതിസ്വനാൻ. സാകം ഭേകൈർവിലംഗന്തഃ സരിൽ പ്രസ്രവ സംപ്ലുതാഃ വിഹസന്തഃ പ്രതിച്ഛായാഃ ശപന്തശ്ച പ്രതിസ്വനാൻ. വേറെന്തൊക്കെയാ കാണിക്കുന്നത്? സാകം ബേഗൈഹി വിലംഗന്തഃ. ബേകം എന്ന് പറഞ്ഞാൽ തവള, ദർദുരം, ബേകം എന്നൊക്കെ ഉള്ളത് തവളയുടെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പൊ ബേഗങ്ങളോടുകൂടെ, ബേഗൈഹി സാകം, തവളകളോടുകൂടെ എന്ത് ചെയ്യുന്നു? അവരെ വിലംഗന്തഃ, വിലംഗന്തഃ എടുത്തു ചാടുക, തവളകളെ എടുത്ത് അപ്പുറത്തേക്ക് അതിക്രമിച്ച് ചാടുക. തവളകളോടൊപ്പം തന്നെ സരിൽ പ്രസവ സംപ്ലുതാഹ വിലംഗന്തഃ. സരിത്തുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നദികള്, തോടുകള്. പ്രസ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ തോടുകള്, ചാലുകള് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഇവര് മുങ്ങിക്കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. അതിലൊക്കെ ചാടും. അല്ലെങ്കിൽ അതിനെ എടുത്തു ചാടുന്നവരായിട്ട് വിലംഗന്തഃ, തോടുകളെ ചാലുകളെയൊക്കെ എടുത്തു ചാടി തവളകളോടുകൂടെ ചാടിക്കളിക്കുന്നവരായിട്ടും വേഗൈ സാകം വിലംഗന്ത. പിന്നെയോ വിഹസന്ത പ്രതിച്ഛായാഹ. ഈ ജലാശയങ്ങളിലൊക്കെ ഇവരുടെ പ്രതിച്ഛായ കാണും, നിഴല് കാണും, അല്ലെ? പ്രതിബിംബം കാണും. ആ പ്രതിബിംബം കാണുമ്പോൾ അതിനെ നോക്കി പരിഹസിക്കുക. വിഹസന്ത, കൊഞ്ഞനം കാണിക്കുക, പരിഹസിക്കുക. മറ്റൊരാളുടെ പ്രതിബിംബത്തെ നോക്കിയിട്ട് വേറൊരാൾ കളിയാക്കുക. കാരണം അതിങ്ങനെ ഇളകിക്കൊണ്ടോ നീളത്തിലോ ഉയരം കുറഞ്ഞോ ഒക്കെ പല രീതിയിൽ കാണുമല്ലോ. കോൺവെക്സ് ആയിട്ടും കോൺകേവ് ആയിട്ടും ഒക്കെ, നീളം കൂടിയും ചുരുങ്ങിയൊക്കെ കാണുന്നതായിട്ട്, വികലമായിട്ടൊക്കെ കാണുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് പരസ്പരം പരിഹസിക്കുക. അതാണ് വിഹസന്ത പ്രതിച്ഛായ. പ്രതിച്ഛായയെ നോക്കി പരിഹസിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുക. ശപന്തശ്ച പ്രതിസ്വനാൻ. ഇവരുടെ ശബ്ദങ്ങൾ ഇവരുണ്ടാക്കുമ്പോൾ അടുത്ത ഗുഹകളിലും മലകളിലും ഒക്കെ തട്ടിയിട്ട് അത് പ്രതിസ്വനമായിട്ട് വരും. പ്രതിധ്വനിക്കും. പ്രതിധ്വനിക്കുമ്പോൾ അതിനെ ചീത്ത വിളിക്കുക, ശപിക്കുക. ആരടാ അവിടെ? ആരാ ശബ്ദം ഉണ്ടാക്കണത്? ഇവരുടെ ശബ്ദം തന്നെയാണ് പ്രതിധ്വനിയായിട്ട് വരുന്നത്. ഞങ്ങൾ പറയുന്നതിനേക്ക് ആരാ ഏറ്റു പറയുന്നത്? ആരാ ഞങ്ങളെ പരിഹസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കുക. എന്നുവെച്ചാൽ ആ ശബ്ദത്തെ വേറൊരാൾ പറയുന്ന ശബ്ദമാണെന്ന് ഭാവിച്ചുകൊണ്ട്, മറ്റാരൊക്കെയുള്ള മറവിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദത്തിലും മറ്റുമൊക്കെ അവരെ ശപന്ത, അവരുടെ നേരെ ശപിക്കുക എന്ന് പറഞ്ഞാല് ഭീഷണിപ്പെടുത്തുക എന്നാണ് ഇവിടെ അർത്ഥം. കാണിച്ചു തരാം, മര്യാദയ്ക്ക് ധൈര്യം ഉണ്ടൊക്കെ പുറത്തു വാ എന്നൊക്കെ പറയുന്നത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ പുറത്തേക്ക് വരാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ പ്രതിസ്വനാൻ ശപന്തഃ ച രേമിരി, ഇങ്ങനെയൊക്കെ രമിച്ചു. എന്തെല്ലാം കളികളാണ് അല്ലേ? പണ്ടത്തെ കുട്ടികൾ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ളതാണ്. കുറേയൊക്കെ ഇതുപോലെയൊക്കെ കളിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നുമില്ല. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയിലുള്ള എല്ലാ ജന്തുക്കളിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് വളരെ എന്താ പറയുക, എങ്ങനെ ജീവിക്കണമെന്ന് ജീവിക്കാൻ പഠിക്കും. പ്രായോഗിക ജീവിതം, പല സ്കിൽസും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇന്ന് മാറി. ഇന്ന് വേറെ സ്കിൽസാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അവർക്കറിയാം. മൊബൈലിൽ കളിച്ച് മൊബൈലിൻ്റെ എല്ലാ ടെക്നോളജിയും അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ആപ്പ് എന്തിനു പറ്റും, എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാം, അതെല്ലാം അവർ ചെറുപ്രായത്തിലേ പഠിച്ച് അതിലാണ് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. ബാക്കി പ്രകൃതിയുമായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. ഇങ്ങനെ ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം വിജഹൃകൃത പുണ്യപുഞ്ചാഃ. ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂത്യ
ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം വിജഹൃകൃത പുണ്യപുഞ്ചാഃ. ഇത്തം ഇപ്രകാരം ഇങ്ങനെയൊക്കെ എക്സെട്ര എക്സെട്ര എന്ന് കൂട്ടിക്കോളൂ. വിവിധങ്ങളായിരിക്കുന്ന ആ ഭഗവാന്റെ ലീലകളെ കൊണ്ട് സദാ ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം കൃത പുണ്യപുഞ്ചാഃ വിജഹ്രുഹു. ഇവിടെ ആ ഗോപബാലന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ച് പറയണം. കൃത പുണ്യപുഞ്ചാഃ, പുണ്യപുഞ്ചം, പുണ്യസമൂഹം, വർദ്ധിച്ചവർ, കൃതന്മാർ, എത്രയോ ജന്മങ്ങളിൽ പുണ്യം സഞ്ചയിച്ചു വെച്ചതിന്റെ ഫലമായിട്ട് അവർ ആരുടെ കൂടെ വിജഹ്രു വിഹരിച്ചു? ആരോട് സാകം? നരദാരകേണ. നരദാരകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യബാലൻ. അപ്പൊ മനുഷ്യബാല രൂപത്തിലിരിക്കുന്ന ഈ കൃഷ്ണനോടുകൂടെ ഈ പുണ്യസഞ്ചയമുള്ളതായിട്ടുള്ള ഈ ഗോപബാലന്മാര് വിഹരിച്ചു, കളിച്ചു. എന്തു ഭാഗ്യം, എന്തു ഭാഗ്യം അവരുടെ എന്ന് പറയാം. അപ്പൊ ഈ ആള് ആരാണ്? ഈ നരവേഷം, നരബാലകനായി വന്നിരിക്കുന്നത് ആരാണ്? സദാം ബ്രഹ്മ സുഖാനുഭൂത്യ. സജ്ജനങ്ങൾക്ക് ബ്രഹ്മസുഖാനുഭൂതിയാണ് ഭഗവാൻ. ബ്രഹ്മാനന്ദമാണ് ഭഗവാൻ, ആനന്ദസ്വരൂപനാണ്. ഏതൊരു ഭഗവാനെ നിരന്തരമായ ധ്യാനത്തിലൂടെ അവരുടെ ഹൃദയങ്ങളിൽ സാക്ഷാത്കരിച്ച് ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു, ആ ഭഗവാന്റെ സ്വരൂപമായ സച്ചിദാനന്ദം അത് പ്രാപിച്ച് ആ ആനന്ദം അനുഭവിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അപ്പൊ സജ്ജനങ്ങൾക്ക് ബ്രഹ്മസുഖാനുഭവമായിരിക്കുന്നവനും ദാസ്യം ഗതാനാം പരദൈവതേന, ഭഗവാനെ ഭക്തഭാവത്തില് ആരാണോ ദാസന്മാരായി സേവിക്കുന്നവര്, ഭഗവാൻ ഞങ്ങളുടെയൊക്കെ നാഥൻ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ദാസന്മാർ എന്ന ഭാവത്തിൽ, ഭൃത്യഭാവത്തിൽ സേവിക്കുന്ന ഭക്തന്മാര്, അവർക്ക് ഭഗവാൻ ആരാണ്? പരദൈവതം, അവരുടെ ഉത്കൃഷ്ട ദൈവതമാണ്, അവരുടെ ഇഷ്ടദേവതയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഇഷ്ടദേവതയായിരിക്കുന്നവരും ഭക്തോത്തമന്മാർക്ക് ഇഷ്ടദേവതയായിരിക്കുന്നവനും മായാശ്രിതാനാം നരകധാരകേണ, എന്നാൽ മായയാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, മായാമോഹിതരായിട്ടുള്ളവർക്ക് ആരാണ്? വെറും നരബാലൻ, മനുഷ്യക്കുട്ടി, പ്രാകൃത ശിശുവിനെ പോലെ തോന്നും. അങ്ങനെയുള്ള ആ ഭഗവാനോടുകൂടെ, അപ്പൊ ഭഗവാന്റെ 3 ഭാവങ്ങളെയാണ് പറഞ്ഞത്. ഒന്ന് പരബ്രഹ്മമാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭാവം, മറ്റൊന്ന് ഈശ്വരൻ എന്നുള്ളതായിട്ടുള്ള ഭാവത്തില് ഭക്തന്മാർക്ക് അനുഗ്രഹം ചെയ്യുന്നവൻ, ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവൻ. 3ാമത്തെ തലമാണ് ഭഗവാന്റെ ഈ അവതാര വേഷം. അങ്ങനെയുള്ള ഈ അവതാര വേഷം അത് സത്യമെന്ന് അഥവാ മനുഷ്യരൂപമെന്ന് കരുതി അങ്ങനെ മായ കൊണ്ട് മോഹിതരായിട്ടുള്ള ആളുകൾക്ക് മനുഷ്യനായി കാണുന്നവനുമായിരിക്കുന്ന ഈ ഭഗവാനോടുകൂടെ സാകം കൃത പുണ്യപുഞ്ചാഃ വിജഹ്രുഹു, ധാരാളം പുണ്യം സഞ്ചയിച്ചവരായിട്ടുള്ള ആ ഗോപബാലന്മാര് വിഹരിച്ചു. ഭഗവാന്റെ കൂടെ വിഹരിക്കണമെങ്കിൽ ഇതുപോലെ എത്ര കാലം ലീലകൾ ചെയ്യണമെങ്കിൽ അവരെത്ര ഭാഗ്യവാന്മാരാണ്, എത്ര ധന്യരാണ് എന്ന് സൂചിപ്പിക്കുക. യൽപാദപാംസു ബഹുജന്മകൃച്ഛ്രതോ ധൃതാത്മഭിർയോഗിഭിരപ്യഗമ്യഃ സയേവ യദൃഗ്വിഷയസ്വയം സ്ഥിതഃ കിം വർണ്യതേദിഷ്ടമഹോ വ്രജൗകസാം. യൽപാദപാംസുർബഹുജന്മകൃച്ഛ്രതോ ധൃതാത്മഭിർയോഗിഭിരപ്യഗമ്യഃ സയേവ യദൃഗ്വിഷയസ്വയം സ്ഥിതഃ കിം വർണ്യതേദിഷ്ടം അഹോ വ്രജൗകസാം. ആ വ്രജൗകസാം ദിഷ്ടം, വ്രജവാസികളുടെ ഭാഗ്യം. ദിഷ്ടം എന്നാൽ ഭാഗ്യം, അദൃഷ്ടം. ഇത് തന്നെയാണ് ഇനി ബ്രഹ്മദേവന്റെ സ്തുതിയിലൂടെ പാടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ആമുഖമാണ് ഇവിടെ. ബ്രഹ്മദേവന്റെ സ്തുതിയിൽ അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം എന്ന് പറഞ്ഞുകൊണ്ട്
അനേക ശ്ലോകങ്ങളെ കൊണ്ട് ഈ ഗോപബാലന്മാരുടെ, ഗോപിമാരുടെ, പശുക്കളുടെ, വ്രജവാസികളുടെ എല്ലാവരുടെയും ഭാഗ്യത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ പുകഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും ഈ വ്രജത്തിൽ ഇവരുടെയൊക്കെ പാദസേവ ചെയ്യാനായിട്ടെങ്കിലും ഭാഗ്യമുണ്ടാകട്ടെ. എനിക്ക് ഭഗവാന്റെ പാദസേവ നേരിട്ട് ചെയ്യാനുള്ള യോഗ്യതയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വ്രജവാസികളായ ഈ ഗോപബാലന്മാരുടെ പാദസേവ ചെയ്യാനെങ്കിലും എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാദികളാൽ പോലും അസൂയപ്പെടുന്ന, കൊതിക്കപ്പെടുന്ന ആ ഒരു ഭാഗ്യമാണ് ഈ വ്രജവാസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദിഷ്ടം അഹോ വ്രജൗകസാം, വ്രജൗകസാം ദിഷ്ടം അഹോ 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 എന്ന് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പോലും ആശ്ചര്യപ്പെടുകയാണ്. കിം വർണ്യതേ, എങ്ങനെ വർണ്ണിക്കാനാണ്, എന്ത് പറയാനാണ്. അപ്പോ ഏതൊരു ഭഗവാന്റെ യൽ പാദപാംസുഹു ബഹുജന്മകൃത്രതോ ധൃതാത്മഭി യോഗിഭിഃ അപി അഗമ്യഃ. യോഗികൾക്ക് പോലും ഭഗവാനെ പ്രാപിക്കാൻ വളരെ പ്രയാസമാണ്. അഗമ്യഃ, യോഗിഭിഃ അപി അഗമ്യഃ. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ആ ദേവനാണ്. അതാണ് യോഗിഭിഃ അപി അഗമ്യഃ. എങ്ങനെ യൽ പാദപാംസുഹു, ഏതൊരു ഭഗവാന്റെ പാദധൂളികളെ ബഹുജന്മകൃത്രതഃ, അനേക ജന്മങ്ങളിലെ കൃത്രങ്ങൾ കൊണ്ട്, തപസ്സുകൾ കൊണ്ട്, അനേക ജന്മം ക്ലേശിച്ച് തപസ്സനുഷ്ഠിച്ച് ധൃതാത്മഭിഹി, ഇന്ദ്രിയങ്ങളെയൊക്കെ വശീകരിച്ച, മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച യോഗിഭിഃ അപി. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം നേടിയിട്ടുള്ള വലിയ വലിയ യോഗീശ്വരന്മാർക്ക് പോലും അഗമ്യഃ, ഗമിക്കാൻ പ്രയാസമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ സഹ ഏവ ദൃഗ്വിഷയഃ, ഏതൊരുത്തർക്ക് പെടുന്ന പ്രത്യക്ഷനായിരിക്കുന്നുവോ, ദൃഗ്വിഷയഃ യദൃഗ്വിഷയഃ സ്വയം സ്ഥിതഃ, അവരുടെ മുമ്പില് കണ്ണിന് വിഷയമായി അവരുടെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ട് സ്വയം പ്രത്യക്ഷനായി നിൽക്കുന്നു. ഹന്തഭാഗ്യം വ്രജൗകസാം, അല്ലേ? നമ്മൾ ഹന്തഭാഗ്യം ജനാനാം എന്ന് ഗുരുവായൂരപ്പനെ നോക്കി പറയുമ്പോൾ ഇവിടെ ഹന്തഭാഗ്യം വ്രജൗകസാം, ആ വ്രജൗകസാം ദിഷ്ടം കിം വർണ്യതേ, കിം വർണ്യതേ. വ്രജവാസികളുടെ ഭാഗ്യത്തെക്കുറിച്ച് എന്ത് വർണ്ണിക്കാനാണ്, എങ്ങനെ പറയാനാണ്? ആശ്ചര്യം, ആശ്ചര്യം, വർണ്ണിക്കാൻ സാധ്യമല്ല. അവർ അത്രയും വലിയ സുഹൃതികളാണ് എന്നർത്ഥം. ഈ ഭഗവാന്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. അപ്പൊ ഇനിയാണ് അഗാസുരവധത്തിലേക്ക് പ്രവേശിക്കുന്നത്. അഗാസുരനെ അവതരിപ്പിക്കുന്നു. ഗംഭീരമായിട്ടുള്ള അവതരണമാണ്. നമുക്ക് നാളെ രാവിലെ കാണാം. കാരണം ആ കഥ ഒന്നിച്ച് പരമാവധി പറയേണ്ടതാണ്. യോഗിഭിര് അഭി അലഭ്യ അഗമ്യ, രണ്ടും ഒരേ അർത്ഥം. നമുക്ക് നാളെ രാവിലെ 11 മണിക്ക് തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. ഹരി ഓം. നാളെ രാവിലെയും വൈകുന്നേരവും എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ അധ്യായം കഴിയും. അഘാസുരവധം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം.